നമസ്കാരം, നന്ദകുമാറാണ്. അപ്പം എല്ലാവർക്കും അറിയാം, കാച്ച ഹൗസ് എന്ന് പറയുന്ന ഒരു തട്ടിപ്പുകാരനെതിരെ പോലീസ് കേസുമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു. കുറച്ച് ദിവസങ്ങളോളം ഉള്ള ഓട്ടത്തിലായിരുന്നു. അവനെതിരെയുള്ള തെളിവുകൾ കണ്ടെത്താനും അങ്ങനെ ഒരു തട്ടിപ്പ് തുടർന്ന് സിനിമാ മേഖലയിൽ ഉണ്ടാവാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു. അപ്പോൾ അതിനിപ്പം ആദ്യപടി എന്ന് പറയുന്ന രീതിയിൽ അവന് അറസ്റ്റ് മെമ്മോ പോലീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഹേമാംബിക പോലീസ് സ്റ്റേഷനിൽ നിന്നും അറസ്റ്റ് മെമ്മോ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതാനും ദിവസങ്ങളിൽ തന്നെ പോലീസിന് പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പോലീസ് കസ്റ്റഡിയിലേക്ക് അവനെ കിട്ടും. ബാക്കി കോടതി വഴിയുള്ള കാര്യങ്ങൾ നീക്കും. അപ്പം എനിക്കിപ്പോൾ ഇതിനകത്ത് പറയാനുള്ളത്, നമ്മൾ സത്യസന്ധമായ രീതിയിൽ ജീവിക്കുക. നമ്മൾ ആരെയും തട്ടിച്ചും വെട്ടിച്ചും പറ്റിച്ചും ഒന്നും ജീവിക്കാതെ നമ്മുടെ കഴിവ് കൊണ്ടിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കുക. ഇപ്പം ഇവിടെ ഹുസൈൻ്റെ ഒരു വിഷയത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഭയങ്കരമായിട്ട് കള്ളത്തരം പറയുകയും ആൾക്കാരെ ചുമ്മാ പറഞ്ഞ് പറ്റിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും നിരവധി കുറ്റകൃത്യങ്ങൾ ചെയ്യുകയും ഇതെല്ലാം ചെയ്തത് സിനിമ എന്ന് പറയുന്ന ഈ പറയുന്ന ഒരു മാധ്യമത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പം അവനെപ്പോലെ സ്വഭാവമുള്ള ഒരാൾ ഈ സിനിമാ മേഖലയിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഒരുപാട് പേര്, അതായത് സിനിമ എല്ലാവരുടെയും ആഗ്രഹങ്ങളാണ്. ഒരു നല്ല സിനിമ ചെയ്യുക, അല്ലെങ്കിൽ സിനിമയിൽ വർക്ക് ചെയ്യുക, ഇതെല്ലാം ഓരോരുത്തരുടെ ആഗ്രഹങ്ങളിൽപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാര്യം ഇതൊരു സ്ഥിരം തൊഴിലായിട്ട് നമുക്ക് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് എപ്പോഴും നമുക്ക് കൃത്യമായിട്ട് വരുമാനം കിട്ടുമെന്നൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. ഓരോരുത്തരുടെ ചിന്തയിൽ ഉത്ഭവിക്കുന്ന കാര്യങ്ങൾ കൃത്യമായ വിഷ്വലൈസേഷനിലോടുകൂടി നല്ല സിനിമകളായിട്ട് വരുമ്പോൾ പ്രേക്ഷകർ സ്വീകരിച്ചാൽ മാത്രമാണ് നമുക്കിത് വർക്കൗട്ട് ആവുള്ളൂ. പിന്നെ ഇതൊരു എക്സ്പെൻസീവ് മേഖലയാണ്. നമ്മൾ കരുതുന്ന പോലെ ചെറിയൊരു തുകയ്ക്കോ അല്ലെങ്കിൽ ചെറിയൊരു പരിപാടിയിലോ ഒന്നും നമുക്ക് ഈ പറയുന്ന മാസീവ് ഓഡിയൻസിനെ കൊണ്ടുവരാൻ പറ്റാത്ത ഒരു മേഖലയാണ്. അപ്പം ഇതൊരു എന്താ പറയുക, ഒരു ഗാംബ്ലിംഗ് പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പം റിസർവ് ബാങ്ക് ഓഫ് പോലെ അല്ലെങ്കിൽ ഈ പറയുന്ന ബാങ്കിങ് സെക്ടറിൽ നിന്നൊന്നും തന്നെ സിനിമയ്ക്ക് കൃത്യമായിട്ട് ലോൺ കിട്ടാത്തത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് സാമ്പത്തികമുള്ള ആൾക്കാരെന്ന് പറയുന്നവർ, ഈ സാമ്പത്തികമുള്ള ആൾക്കാർ അവരുടെ കയ്യിലുള്ള പൈസ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത് തന്നെ ആ സിനിമ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പോൾ അവിടെ സിനിമയെ കുറിച്ചിട്ട് ഒന്നും അറിയാത്ത ആരും, ഞാൻ ഇപ്പോഴും പറയുന്നത്, ഞാൻ ഒന്നും കൂടി കൃത്യമായിട്ട് പറയാം, സിനിമ എന്ന് പറയുന്ന മേഖലയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ സിനിമയുടെ എന്താണോ അവനവൻ ചെയ്യാൻ പോകുന്ന തൊഴിൽ, ആ തൊഴിലിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് അറിയാത്തവരാരും തന്നെ ഈ മേഖലയിലേക്ക് എൻട്രി ആവാതിരിക്കുക. കാര്യം വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് ഇത് വെറുതെ നമ്മൾ ഈസി ആയിട്ട് വന്നിട്ട് ചെയ്തിട്ട് പോകാൻ പറ്റുന്നൊരു മേഖലയുമല്ല. നമ്മൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണം. ഇപ്പോൾ തിരക്കഥ എഴുതുന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാൾ എഴുതുന്ന തിരക്കഥ എത്രത്തോളം നല്ലതാണ്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എത്രത്തോളം പുള്ളി പഠനം നടത്തിയിട്ടുണ്ട്, അതൊരു ഡിസ്കഷൻ ടേബിളിലേക്ക് വരുമ്പോൾ ആ ഡിസ്കഷന് ഒരു 10 പേര് ഇരിക്കുവാണെങ്കിൽ ആ 10 പേർക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന് എത്രത്തോളം എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ആ തിരക്കഥേനെ നമ്മൾ ലോക്ക് ചെയ്യാൻ. ഓക്കെ, അതുപോലെ തന്നെയാണ് അതിൻ്റെ ക്യാമറമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എത്രത്തോളം നല്ല വിഷ്വൽസുകൾ നമുക്ക് ചെയ്യാൻ പറ്റും, എത്രത്തോളം നമുക്കത് ഗംഭീരമാക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണകൾ, അതിൻ്റെ ലെൻസ്, അതിൻ്റെ ലൈറ്റ്, അതിൻ്റെ മൂവ്മെൻറ്റ് ഓഫ് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ അതിൻ്റെ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ്, ഇതൊന്നും തന്നെ നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ എത്രയും കുറഞ്ഞ സമയം കൊണ്ടിട്ട് ഏറ്റവും കൂടുതൽ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു ധാരണ വേണം. അങ്ങനെ എല്ലാ കാര്യത്തിലും, ഇപ്പോൾ ഡയറക്ടർ ആയിക്കോട്ടെ, അതിൻ്റെ എഡിറ്റർ ആയിക്കോട്ടെ, എല്ലാ മേഖലയിലും കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവുകയും ഇവരുടെ എല്ലാവരുടെയും ധാരണ പുറത്ത്, അല്ലെങ്കിൽ ഇവരെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്ന് എല്ലാവർക്കും ഓക്കെ ആവുന്ന തരത്തിൽ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ സിനിമയ്ക്ക് വലിയ അപകട സാധ്യതകൾ ഇല്ലാതെ തന്നെ കയറിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. ഇത് ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിനകത്ത് ചർച്ച ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് ഉള്ളിൽ കൂടുതൽ ഡിസ്കഷൻസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ എല്ലാം അറിയാവുന്ന ആളെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് മറ്റുള്ളവരുടെ വായടപ്പിച്ചൊക്കെ പോകുന്ന പോലത്തെ സംഭവത്തിലാണ് പടങ്ങൾക്ക് പണി വരുന്നത്. അപ്പോൾ ഇവിടെ ഹുസൈൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കോടി രൂപയോളം 2 പേരുടെ കയ്യിൽ നിന്നും, ശ്രീകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നും ഷെരീഫിൻ്റെ കയ്യിൽ നിന്നും ഏകദേശം 1 കോടി രൂപയോളം കൈക്കലാക്കിയിട്ട് 35 ലക്ഷം രൂപയോളം അവൻ ആ പടത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്തു. ബാക്കി ഉണ്ടായിരുന്ന പൈസ മുഴുവൻ അവൻ്റെ കയ്യിൽ വെച്ചു. ഓക്കെ, അപ്പോൾ അത് സിനിമയ്ക്ക് അവൻ മുടക്കിയിട്ടില്ല. എന്നിട്ട് ഇവരെ തെറ്റിദ്ധരിപ്പിച്ചു, ഈ പറയുന്ന 1 കോടി രൂപയോളം അവൻ ഈ സിനിമയ്ക്ക് മുടക്കിയിട്ടുണ്ടെന്നുള്ളത്. എന്നിട്ട് ആ 1 കോടി രൂപയുടെ പടം എന്ന് പറയുന്ന സാധനം അവൻ എന്തൊക്കെയോ തട്ടിക്കൂട്ടി ചെയ്തിട്ട് ആ സാധനം പുറത്തോട്ടിറക്കി അത് ഫ്ലോപ്പായി പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പ്രൊഡ്യൂസേഴ്സ് തെറ്റിദ്ധരിക്കും, ഈ പറഞ്ഞ പൈസ മുഴുവനും നഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ട് അവരവരുടെ പാട് നോക്കി പോകും. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇതിന് മുമ്പുള്ള ഒരുപാട് സിനിമകൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം.
പക്ഷേ അവൻ ഈ കൃത്യമായിട്ട് ഈ പറയുന്ന 1 കോടി രൂപ ഈ സിനിമയ്ക്ക് മുടക്കിയിരുന്നുവെങ്കിൽ സിനിമയ്ക്ക് ആ സിനിമയുടേതായിട്ടുള്ളൊരു ലെവൽ ഓഫ് പാറ്റേണും അല്ലെങ്കിൽ ലെവൽ ഓഫ് സ്റ്റൈലും ഒക്കെ വന്നിട്ട് അതിനെന്താണോ ആ സിനിമ കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ സാധനങ്ങൾ കൃത്യമായിട്ട് വർക്കൗട്ട് ആയേനെ. അപ്പോൾ ഇതൊരു സ്നാച്ചിങ് രീതിയായിട്ട്, അതായത് നമ്മൾ പോലും ചിന്തിക്കാത്ത ഒരു സ്നാച്ചിങ് രീതിയായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ ഷോർട്ട് ഫിലിം എടുക്കാനും അല്ലാതെ ഈ വെബ് സീരീസ് എടുക്കാനും അതല്ലാതെ ഈ പറയുന്ന പോലെ തന്നെ സിനിമ ഉണ്ടാക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ പല 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 ആൾക്കാരെ പോയി കാണുന്നത്. അപ്പം പലതരം ബിസിനസ്സുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, പലതരം ബിസിനസ്സുള്ള അവർക്കൊക്കെ ചിലപ്പോൾ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും ഒരു സിനിമ ചെയ്യണമെന്ന്. അങ്ങനെ ആഗ്രഹമുള്ള ആൾക്കാരെ കണ്ടെത്തി അവരുടെ പെട്ടെന്ന് എന്ന് വെച്ചും സിനിമയുടെ ടെക്നിക്കലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ സ്നാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാക്കി മാറ്റിയ ഒരു തട്ടിപ്പുകാരനായിട്ടാണ് ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തിനെ എനിക്ക് ബോധ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളതിനെ ലീഗൽ ഫൈറ്റിലേക്ക് പോയത്. കാര്യം ലീഗലായിട്ട് തന്നെയാണ് ഇത് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. കാര്യം ഇപ്പോൾ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇവൻ്റെ ബാങ്ക് ബാലൻസ് അല്ലെങ്കിൽ ഇവൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റിപ്പോർട്ട് അല്ലെങ്കിൽ ഇവൻ എവിടെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട് ഇതൊന്നും നമുക്കറിയത്തില്ല. പൈസയല്ലേ, എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. ഇത്രയും ലക്ഷക്കണക്കിന് രൂപ അവൻ്റെ കയ്യിലിരിക്കുമ്പോൾ അവൻ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. ഇപ്പോൾ എന്നെ തന്നെ കൊല്ലൂ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി, എൻ്റെ അമ്മേനെ കൊല്ലൂ എന്ന് പറഞ്ഞിട്ട് അവൻ ഭീഷണിപ്പെടുത്തി, അച്ഛനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് അവൻ ഭീഷണിപ്പെടുത്തി. അങ്ങനെ പലതരം ഭീഷണികളൊക്കെ അവൻ ഒരുപാട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുഹമ്മ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇനി അടുത്ത മൂവ്മെൻറ്റ് പരിപാടി മുഹമ്മ പോലീസ് സ്റ്റേഷനിൽ നിന്നുണ്ടാവും. അപ്പോൾ ഇവനെക്കുറിച്ച് കൂടുതൽ ഡേറ്റാസ് അറിയണം. ഇവൻ എന്തൊക്കെയാണ് നിലവിൽ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇവൻ ഈ പറയുന്ന രീതിയിൽ എത്ര പേരെ പറ്റിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവൻ ഇത് ഇനിയും തുടരാൻ പ്ലാനുണ്ട്, അല്ലെങ്കിൽ ഇവൻ ഈ സ്നാച്ച് ചെയ്തിരിക്കുന്ന പൈസ എന്താണ് ചെയ്തത്, ഇതൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് അറിയണമെങ്കിൽ ഇതിനൊരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ തന്നെ ആവശ്യമായിരുന്നു. അങ്ങനെയാണ് നമ്മളിത് ലീഗൽ മൂവ്മെൻറ്റിലേക്ക് പോയത്. പിന്നെ ഈ പറയുന്ന പൈസ സംരക്ഷിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ട്. ഇവൻ സിനിമയ്ക്ക് യൂസ് ചെയ്യാത്ത ഫണ്ട് അവൻ അങ്ങനെ തന്നെ ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സിന് തിരിച്ചു കൊടുത്താൽ അവർക്കൊരു നല്ല ഡയറക്ടറെ വെച്ചിട്ടോ അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ടീമിനെ വെച്ചിട്ടോ ആ പടമോ അല്ലെങ്കിൽ വേറെ പടമോ എടുത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമല്ലോ. അപ്പം അങ്ങനത്തെ അതെന്ന് വെച്ചാൽ അവരുടെ ഫണ്ട് ഇനി അവരൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ആദ്യം നഷ്ടപ്പെട്ട പൈസയിലേ പോവുള്ളൂ, ബാക്കിയുള്ള പൈസ അവരുടെ കയ്യിലിരിക്കുമല്ലോ. അപ്പം അങ്ങനത്തെ കുറേ ചിന്തകളുണ്ട്. പിന്നെ നിലവിലുള്ള ഈ ഷെരീഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ അവസ്ഥ ഭയങ്കര ശോകമാണ്. കാര്യം അയാളുടെ ഭാര്യയുടെ കെട്ടുതാലി വരെ ഇവൻ അടിച്ചുകൊണ്ട് പോയേക്കാണ്. അത്രയും ദ്രോഹമാണ് അവൻ ഇവർക്കെതിരെ ചെയ്തത്. അപ്പോൾ എന്താണ് ഹേമാംബിക പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇപ്പം അറസ്റ്റ് മെമ്മോ ഇഷ്യൂ ചെയ്തിട്ട് അവൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തതായിട്ട് നമ്മുടെ അഡ്വക്കേറ്റ് നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം വരും ദിവസങ്ങളിൽ നമുക്ക് എക്സാക്ട്ലി വാട്ട് ഈസ് ദ ഹുസൈൻ, അല്ലെങ്കിൽ വാട്ട് ഈസ് ബിഹൈൻഡ് ദ ഹുസൈൻ, അല്ലെങ്കിൽ എന്താണ് അവൻ കൃത്യമായിട്ട് എന്തൊക്കെയാണ് അവൻ തട്ടിപ്പ് നടത്തിയത്, അല്ലെങ്കിൽ ഏതായിരുന്നു വാട്ട് ഈസ് അവൻ്റെ എക്സാക്ട്ലി റൂട്ട് എന്തായിരുന്നു എന്നുള്ളതിന് എക്സാക്റ്റ് എവിഡൻസ് അടക്കമുള്ള ഡേറ്റാസ് നമുക്ക് വരും ദിവസങ്ങളിൽ മാധ്യമം വഴിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ കോർട്ട് വഴിയും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ വഴിയും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എന്താണല്ലോ അവൻ ഈ സിനിമയ്ക്ക് ഇത്രയും പൈസ മുടക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഇത്ര 10-35 രൂപയാണ് മുടക്കിയിട്ടുള്ളൂ എന്നുള്ളതിനുള്ള പൂർണ്ണമായിട്ടുള്ള തെളിവുകളും ഡേറ്റാസും അക്കൗണ്ട്സും എല്ലാം നമ്മുടെ കയ്യിൽ കൃത്യമായിട്ടുണ്ട്. ബാക്കി അവനാണ് ഉത്തരം പറയേണ്ടത്. അപ്പോൾ അവൻ എന്താണ് പോലീസിനോട് പറയുന്നത്, അല്ലെങ്കിൽ അവൻ എന്തൊക്കെ കള്ളങ്ങൾ പറഞ്ഞു, അവൻ ഒരുപാട് കള്ളം പറയുന്ന ആളാണ്. പക്ഷേ അത്രയും കള്ളങ്ങൾ പറയുന്നതിനനുസരിച്ചുള്ള തെളിവ് അവൻ്റെ കയ്യിൽ ഉണ്ടാവണം. അപ്പോൾ അവൻ എന്താണോ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയുന്നതെന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. എന്താണെങ്കിലും ഇത്രയും ദിവസത്തിനുള്ളിൽ ഇതിന് വേണ്ടിയിട്ട് അവനെക്കുറിച്ച് അന്വേഷിക്കാനും അവൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനും വേണ്ടിയിട്ട് നടന്ന ഹേമാംബിക പോലീസ് സ്റ്റേഷനോടും പിന്നെ ഇതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത പാലക്കാട് SP-യോടും DYSP-യോടും പിന്നെ ഇതിന് വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്ന അഡ്വക്കേറ്റ് അനിൽ സാറാണ് ഇതിന് വേണ്ടിയിട്ട് എല്ലാ ലീഗൽ സപ്പോർട്ടുകളും നിന്ന് നമുക്ക് ഒപ്പം നിന്നത്. അപ്പോൾ ആദ്യ പടി കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ പറ്റും. താങ്ക് യു.